This video is on the topic BJT differential amplifier. So basically ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് ഒരു വീക്ക് സിഗ്നലിനെ സ്ട്രോങ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. Here in this module we are discussing about a differential amplifier. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യിക്കുന്നത് അതിൽ ഇൻപുട്ടിലേക്ക് വരുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യിപ്പിക്കുക. നേരിട്ടൊരു സിഗ്നലിനെയല്ല, ആ സിഗ്നൽ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് ചെയ്യുക, ആംപ്ലിഫൈ ചെയ്യിപ്പിക്കുക. ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയറുകൾ നമ്മൾ ഒപ്പാമ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒപ്പാമ്പിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. BJT യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയറുകളാണ് നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കൂടുതലായും പഠിക്കുന്നത് ഒപ്പാമ്പിനെ കുറിച്ചിട്ടാണ്. സോ ഒപ്പാമ്പിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് എന്ത്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ഒപ്പാമ്പ്, അവിടെയാണ് നമ്മൾ കൂടുതലായും ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. സോ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് BJT വെച്ചുകൊണ്ടുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒപ്പാമ്പിൻ്റെ ഇൻപുട്ട് സ്റ്റേജിലാണെന്ന് പറഞ്ഞു. സോ രണ്ട് ട്രാൻസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, Q1ഉം Q2ഉം. അതിൻ്റെ എമിറ്റേഴ്സ് തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് ഒരു റെസിസ്റ്റർ വഴി നെഗറ്റീവ് പവർ സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോമൺ എമിറ്റർ റെസിസ്റ്റർ RE നമ്മുടെ മൈനസ് പവർ സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കളക്ടറിൽ ലോഡ് റെസിസ്റ്റർ RC ഉണ്ട്. രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും കളക്ടറിൽ ലോഡ് റെസിസ്റ്റർ RC കണക്ട് ചെയ്തിട്ടുണ്ട്. ടു VCCയിലോട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ Q1ൻ്റെ ബേസിൽ V1 എന്നുള്ള സിഗ്നലും Q2ൻ്റെ ബേസിൽ V2 എന്നുള്ള സിഗ്നലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു Q1 എന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെയും Q2 എന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഐഡിയലി സിമിലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ V1 എന്നുള്ള സിഗ്നൽ ആൻഡ് V2 എന്നുള്ളത് കോമൺ സിഗ്നലായി എടുത്താൽ ഈ ഒരു Q1 Q2 മാച്ചിങ് ആയതുകൊണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് Q1ലും Q2ലും ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ബേസ് B1ഉം B2ഉം തമ്മിൽ ഷോർട്ട് ചെയ്ത് ഒരു കോമൺ സിഗ്നലാണ് രണ്ടിലോട്ടും അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രണ്ട് ട്രാൻസിസ്റ്ററും ഐഡിയലി മാച്ച് ആയതുകൊണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈക്വലി രണ്ട് ട്രാൻസിസ്റ്ററിലേക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു പോകും. ദാറ്റ് ഈസ് ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് Q1ൽ IE1 ആണ്, Q2ൽ IE2 ആണ്. സോ ഇവിടെ രണ്ടും കോമൺ സിഗ്നൽ കൊടുക്കുന്നത് കൊണ്ട് IE1 ഈക്വൽ ടു IE2 ആയിരിക്കും. അത് എന്ന് പറയുന്നത് IQ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ടോട്ടൽ കറണ്ട് ഡിവൈഡ് ബൈ 2 ആയിരിക്കും എന്നാണ് പറയുന്നത്. ടോട്ടൽ കറണ്ട് ഈക്വലി രണ്ടിലേക്കും ഡിവൈഡ് ചെയ്ത പോലെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ IC1 കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്, നമുക്കറിയാം കളക്ടർ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്, IC എന്ന് പറയുന്നത് ആൽഫ IE ആണ്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം, IC1 ഈക്വൽ ടു IC2 ഈക്വൽ ടു ആൽഫ IQ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. ആൻഡ് V01 അതായത് അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു VCC മൈനസ് ഇവിടെ നമുക്ക് കിട്ടിയ ആൽഫ IQ ഡിവൈഡ് ബൈ 2 RC എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ V01ഉം V02ഉം എന്തിനായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് BJTയിൽ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻപുട്ടിൻ്റെ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ, ഇപ്പോൾ നമ്മൾ ചെയ്തത് B1ഉം B2ഉം ഷോർട്ട് ചെയ്തിട്ട് അതിലോട്ടൊരു കോമൺ സിഗ്നൽ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കോമൺ ഇൻപുട്ട് സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് സിഗ്നലും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് IE1 ഈക്വൽ ടു IE2 ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി നേരെ തിരിച്ച് രണ്ടിലും ഡിഫറെൻറ്റ് സിഗ്നലാണ് കൊടുത്തതെങ്കിൽ, ഫോർ എക്സാമ്പിൾ Q1ൽ V1 എന്നുള്ള സിഗ്നലും Q2ൽ V2 എന്നുള്ള സിഗ്നലുമാണ് കൊടുക്കുന്നതെങ്കിൽ കറണ്ടും എന്ത് തന്നെയായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. കറണ്ട് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ V01 എന്നുള്ള പോയിന്റിൽ ഒരു ഡ്രോപ്പ് ഉണ്ടായിരിക്കും, V02 എന്നുള്ള പോയിന്റിലും ഒരു ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ V01 മൈനസ് V02 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ഇതാണ് നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് BJTയിൽ പറയാനുള്ളത്. ഇനി ഈ ഒരു കോൺഫിഗറേഷൻ, ഈ രണ്ട് ട്രാൻസിസ്റ്ററും നമുക്ക് പല രീതിയിൽ അല്ലെങ്കിൽ ഇൻപുട്ടുകൾ പല രീതിയിൽ കണക്ട് ചെയ്യാം, ഔട്ട്പുട്ട് പല രീതിയിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ ബേസിസിൽ ഈ ഒരു BJT ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ നാല് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്, സെക്കൻഡ് വൺ ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, തേർഡ് വൺ സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഫോർത്ത് വൺ സിംഗിൾ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്.
സോ സിംഗിൾ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, നമുക്കറിയാം 2 ട്രാൻസിസ്റ്ററാണുള്ളത്. അതിൽ സിംഗിൾ ഇൻപുട്ട് ആകുമ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്ററിലോട്ട് മാത്രം ഇൻപുട്ട് അപ്ലൈ ചെയ്യുക. സോ ഇവിടെ നമ്മൾ V in 1 മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. V in 2 എന്ത് ചെയ്തു? ഗ്രൗണ്ട് ചെയ്തു. ദെൻ ഔട്ട്പുട്ട് എടുത്തു. അൺബാലൻസ്ഡ് ഔട്ട്പുട്ടാണ്, ഏതെങ്കിലും ഒരു ടെർമിനലിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ സിംഗിൾ ഇൻപുട്ട്, ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്ററിന് മാത്രമാണ് ഇൻപുട്ട് കൊടുക്കുക, മറ്റേ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യും. ആൻഡ് ഒരു സിംഗിൾ ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ അത് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് കാണിക്കും. ഇനി സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഓക്കെ, സിംഗിൾ ഇൻപുട്ട് നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസിസ്റ്റർ Q1 മാത്രമാണ് ഇൻപുട്ട് കൊടുത്തത്, ട്രാൻസിസ്റ്റർ Q2 ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ സിംഗിൾ ഇൻപുട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ട്രാൻസിസ്റ്ററിൻ്റെയും കളക്ടറിന് എക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ അത് ബാലൻസ്ഡ് ഔട്ട്പുട്ടാണ്. സോ 2ൻ്റെയും എക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ദെൻ തേർഡ് വൺ, ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. സോ 2 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ടും നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ബട്ട് നമ്മൾ ഒരൊറ്റ ട്രാൻസിസ്റ്ററിൽ നിന്ന് മാത്രമാണ് എന്തെടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഡ്യുവൽ ഇൻപുട്ട്, 2 ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്, 2 ഔട്ട്പുട്ടുകളും 2 കളക്ടറിന് എക്രോസും ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്കിൽ ഇതിനെ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും. സോ ഈ ഒരു ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, 2 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ടും സിഗ്നൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, 2 കളക്ടറിൻ്റെ എക്രോസും ആണ് നമ്മൾ എന്തെടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷനിലെ പല കോൺഫിഗറേഷനും നമ്മൾ ഒപാമ്പിൻ്റെ ഡയഗ്രത്തിൽ, ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒപാമ്പിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഇങ്ങനെയുള്ള കോൺഫിഗറേഷനാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.